ഒരു കാര്യമുണ്ട്, മരണാനന്തരം സ്വർഗീയ ജീവിതം ആസ്വദിക്കുവാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തെ കണ്ടുമുട്ടാനും പരിശുദ്ധ അമ്മയോടും അപ്പസ്തോലന്മാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും കൂടെയുള്ള ജീവിതം നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈശോ മിശിഹായുടെ നേതൃത്വം സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായെ നമ്മുടെ സർവാധികാരിയായിട്ട് സ്വീകരിക്കുക. അവൻ നമ്മുടെ കർത്താവ്, അവനെ അനുഗമിക്കുക, അവൻ്റെ പിന്നാലെ പോയാൽ മതി. അവൻ നമ്മളെ വഴി നടത്തിക്കോളും, എത്തിക്കേണ്ടടുത്ത് അവൻ നമ്മെ എത്തിച്ചോളും. സർവ്വത്തിൽ പറഞ്ഞ് ഈശോയെ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഈശോയെ നന്ദി. ഒരു കാര്യം കൂടി പറയുമ്പോൾ ഫറവോയും സൈന്യവും പുറകെ വരും. അപ്പോൾ നമ്മൾ ഈ ഫറവോയുടെ വിചാരം എന്താ? ഈ ദൈവജനോ വെറുതെ ഇതിനെ പീഡിപ്പിച്ച് ഒന്നും സംഭവിക്കും. കാരണം അത്രയും നാൾ പീഡിപ്പിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പം അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് അവൻ പക്ഷെ സത്യത്തിൽ അവൻ കാരണമാണ് ഇസ്രായേൽ ജനം ഇത്രയും രക്ഷപ്പെട്ടത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഫറവോ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം അവിടെ തന്നെ കിടന്നേനെ. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഫറവോ, ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അവൻ പോലും അറിയുന്നില്ല അത്. അവസാനം ഇവന് പറ്റുന്ന പ്രശ്നം എന്താ? അവൻ നോക്കുന്നത് ഒരു കുഴപ്പമില്ല, അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ നമുക്ക് കണ്ടു ഇസ്രായേൽ ജനം മുഴുവൻ ചെങ്കടൽ ഭംഗിയായിട്ടും കടക്കുന്നുണ്ട്. കടന്നിട്ട് അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അതുപോലെ ഫറവോയും സൈന്യം വന്ന് കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെല്ലാം ഈ ചെങ്കടലിൽ മുങ്ങിപ്പോകുന്നു. കാരണം കടൽ വീണ്ടും കൂട്ടി യോജിപ്പിക്കപ്പെടുന്നുണ്ട്. ഉടനെ ഇത് മുഴുവൻ മുങ്ങിപ്പോകുന്നു. ശരിക്കും ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ അന്ധകാര ശക്തികളെ കർത്താവ് അത് മുഴുവൻ കർത്താവ് കളയും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് തീർന്നു പോകും. അതിൻ്റെ ഒരു സമയം. അതുകൊണ്ട് ഒരിക്കലും അതെൻ്റെ സമയം നമ്മളൊന്ന് നോക്കണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ കീഴിൽ കർത്താവ് സർവ്വശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ പരിപാലനയുടെ കരങ്ങൾ അത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല, നമുക്ക് പഠിക്കാൻ പോലും പറ്റില്ല. പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അഹങ്കാരം കൊണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ വെളിമയോടെ നിന്ന് കൊടുക്കുക മാത്രമേ ദൈവത്തെ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ നോക്കൂ. ആ കുടുംബങ്ങളുടെ ചരിത്രങ്ങളും വിഷമങ്ങളും പുത്തും അവിടെ ദൈവം കൊണ്ടുപോകുന്നൊരു വഴിയുണ്ട്. പരിശുദ്ധാത്മാവ് നടന്ന് അത് നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെ നമ്മളെല്ലാം യുക്തിവാദികളും നിരീശ്വരവാദികളും എതിർചിന്താഗതികളും അവർ ചിന്തിക്കുന്നൊരു സൗണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ഒറ്റ വാക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളൂ. നമ്മുടെ കൂടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ജീവനോടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ജീവനോടെ ഉണ്ട്. ആരും ആകലപ്പെടേണ്ട. കർത്താവിന് നന്ദി പറയാം. ഒന്ന് കൈയടിച്ചേ പോരാ ഉച്ചത്തില്. ആമേൻ. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, കർത്താവിൻ്റെ സ്വന്തമാണ്. നമ്മൾ സംശയിക്കേണ്ട, കർത്താവ് നമ്മുടെ കുറവ് ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പാപങ്ങൾ ഏറ്റെടുത്തു, രോഗങ്ങൾ ഏറ്റെടുത്തു, മുറിവുകൾ ഏറ്റെടുത്തു, നമ്മളെല്ലാം ഏറ്റെടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള സമയം നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും കർത്താവിനോട് സ്നേഹം, ആഴമേറിയ സ്നേഹം ഉണ്ടാകണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധർക്കെല്ലാം ദൈവം സഹനം കൊടുത്തു, ഭയങ്കര പീഡ കൊടുത്തു, ഭയങ്കര പീഡനങ്ങൾ അനുഭവിച്ചല്ലോ വിശുദ്ധർ. എന്തുകൊണ്ട്? ഈ പീഡനം കൊടുത്താലേ ഇവർ അക്കരെ കിടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെ പീഡനം കൊടുത്തില്ലേ ഈ ലോകത്ത് തന്നെ കിടക്കും. അവൻ ഞാൻ പലപ്പോഴും ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റുമേ, തിരുവചനം പഠിക്കുമ്പോഴേ അതായത് ഈ സഹനം ദൈവം കൊടുക്കുന്നത് വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം ദൈവം വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് ദൈവം വലിയ പീഡനങ്ങൾ കൊടുക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ പീഡനങ്ങളോട് അവർ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പോരാ. ഈശോയെ നന്ദി, 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 നന്ദി. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവകാശമാക്കാനുള്ള ഒരു കാരണം ഫറവോ തന്നെയാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. ഫറവോയുടെ ഹൃദയം കഠിനമായതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജനം അങ്ങോട്ട് ഇറങ്ങുക. അതൊക്കെ ദൈവം എല്ലാം നന്മയ്ക്ക്. അതുകൊണ്ടല്ലേ റോമാലേഖനത്തിൻ്റെ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഇവിടെ എനിക്ക് ചേർത്ത് പറയാനുണ്ട്, ഒരു രസകരമായ കാര്യം പറയാനുണ്ട്. അത് ഈ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി ഇങ്ങനെ ദൈവജനം ഇങ്ങനെ പോവുകയാണല്ലോ, മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്നൊരു സംഭവം. അവിടെ ഒരു 3 ഘട്ടം ഞാൻ പറയും: സമരസഭ, സഹനസഭ, വിജയസഭ. ഇത് 3 ഞാൻ പറയാൻ പോകട്ടോണം. ഈ ഈജിപ്തിൽ കഴിഞ്ഞപ്പോൾ അവർ സമരസഭയാണ്. പ്രൈസ് ദി ലോർഡ്. 2 മരുഭൂമിയിൽ കഴിഞ്ഞപ്പോൾ അവർ സഹനസഭയാണ്. പ്രൈസ് ദി ലോർഡ്. 3 അവർ കാനാൻ ദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവരാരായി മാറി? വിജയസഭയായി മാറി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈജിപ്തിലൂടെ പോകുമ്പോൾ അവരാരായിരുന്നു? സമരസഭ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ ജീവിതം. അടുത്തത് മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവരേതായിരുന്നു? സഹനസഭയിലൂടെ, സഹനത്തിൻ്റെ സമയം. അവരൊന്നുമില്ല, ഏകാന്തതയിൽ കഴിയുന്നൊരവസ്ഥയാണ്. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ പ്രത്യാശയുണ്ട്, ഞങ്ങളിവിടെ എത്തും. അതാണ് ശുദ്ധീകരണ ആത്മാക്കൾ. അവർക്ക് ലക്ഷ്യമുണ്ട്, അവർക്കറിയാം ക്രിസ്തുവിൽ എത്തിച്ചേരും. വേറെ കാര്യം പറയാം, മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം പോയപ്പോൾ ഒരു അപകടം ഉണ്ടായി. എന്താ അപകടം വെച്ചാൽ, ഇസ്രായേൽ ജനം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ പേടി, സംശയം. അവർ പറഞ്ഞു, മോശേ ഇത് വെറുതെ പറയുന്നതാ,
ഈ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അതങ്ങനെ സംഭവമൊന്നുമില്ല. ഇതൊക്കെ മോശം വെറുതെ പറയുന്നു. അതുകൊണ്ട് ആളുകളുടെ ശക്തമായ ഭിന്നിപ്പ് കുറേ പേര് കൂടി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് കുറേ പേര് പറഞ്ഞു, ഞങ്ങൾക്കിതൊന്നും വേണ്ട, നീ എന്തേലും കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങൾ പോകുക. കുറേ എണ്ണം തിരിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിലെ ഇറച്ചിച്ചട്ടി അതാണ് ഞങ്ങൾക്ക് മതി, ഇവിടെ വന്നിട്ട് ഒന്നും കിട്ടുന്നില്ല, ഒരു ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു സുഖവും തോന്നുന്നില്ല. ഇതിനേക്കാളും സന്തോഷമായിരുന്നു പറവോടെ അടിമത്തത്തിലുള്ള ജീവിതം, നല്ല സുഖമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾ അടിമകളായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു ഈജിപ്തിലെ ഇറച്ചിച്ചട്ടി എന്ന് വെച്ചാൽ, ഈജിപ്തിലെ ഇറച്ചിച്ചട്ടി വെച്ചാൽ പാപത്തിൻ്റെ മേഖല. അത് വിളി കിട്ടിയവൻ, ദൈവവിളി കിട്ടിയവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവജനമായിട്ട് ഉയർത്തപ്പെട്ട വ്യക്തിയെ അവൻ ചിന്തിക്കുക, ഈ ക്രൈസ്തവ ജീവിതം സഭയിലുള്ള ജീവിതമല്ല നല്ലത്, അതിനേക്കാൾ സുഖം ഈജിപ്തിൻ്റെ ഇറച്ചിച്ചട്ടിയാണ്. അതുകൊണ്ട് അവർ കുറേ പേര് പോയെന്ന ചരിത്രം പറയുന്നത്, തിരിച്ചു നടന്നു പോയി അവർ. ഈജിപ്തിൻ്റെ ഭൂപശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങനെ നടന്നു വേണമെങ്കിൽ ഈജിപ്തിലോട്ട് പോകാൻ പറ്റും. പ്രസലോഷ് നടന്ന് അവർ പോയെന്ന് തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മോശയും വേണ്ട, ഒന്നും വേണ്ട. ചില ആളുകൾ മോശയോട് പിറുപിറുത്തു, മോശയ്ക്കെതിരെ ഈശോ മിശിഹായ്ക്കെതിരെ പിറുപിറുക്കുക. ഇതെല്ലാം ഈശോ മിശിഹായ്ക്കെതിരെ. ചിലർക്ക് ഈശോയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കാരണം ചില കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മതം മാറിയൊക്കെ കല്യാണം നടക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി സങ്കടമുണ്ട്. അപ്പോൾ ഒക്കെ ഒരു അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല, വേദനിപ്പിക്കുകയല്ല, പക്ഷേ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. ആ വിളിയോട് ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ഞാൻ വിശ്വാസം എനിക്കില്ല, ദൈവമില്ല, മാതാവില്ല, സഭയില്ല, ഇതൊക്കെ തട്ടിപ്പ വെട്ടിപ്പ, ഇതെല്ലാം കള്ളത്തര. മക്കളെങ്ങനെ പറഞ്ഞേക്കരുത്, ഇതൊക്കെ സത്യമായ വചനമാണിത്. അപ്പം അങ്ങനെ മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് കാണുമ്പോൾ ഇത്തിരി സങ്കടമുണ്ട്. അപ്പോൾ അത് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ. അപ്പോൾ അത് സംഭവിക്കേണ്ടതാണ് കേട്ടോ. കാരണം വെച്ചാൽ പഴയ നിയമ ദൈവവചനം അതാണ്. ഈ ദൈവവചനം ഭയങ്കര ബന്ധമുണ്ട്. പഴയ ഇസ്രായേലും പുതിയ ഇസ്രായേലും അത് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ ഒരുപാട് ആത്മീയ ബന്ധമുണ്ട്. സർവ്വോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ചില ആളുകൾ മോശയോട് പിറുപിറുത്ത് അവിടെ തന്നെ മരിച്ചു വീഴുന്നത് കാണാൻ പറ്റും. ചില സർപ്പദംശനമേറ്റ് മരിച്ചു. അത് ഈ സർപ്പദംശനമേറ്റ് മരിച്ചു. ഞാൻ പറയും, ഇന്നത്തെ ചില കുഞ്ഞുങ്ങളുണ്ട് ഈ ബ്ലാക്ക് മാസും ഓജോ ബോർഡും സൈറ്റൻ വർഷിപ്പുകളും വേണ്ടാത്ത അന്ധവിശ്വാസങ്ങളെല്ലാം പോകുമ്പം അതിൽ നിന്ന് ഉറപ്പാണ് അവൻ്റെ വിശ്വാസവും കളയും, ദൈവഭയവും കളയും, സഭയോടുള്ള ബന്ധവും കളയും, മാതാപിതാക്കളുടെ ബന്ധവും കളയും, അവൻ ജീവിതം അങ്ങനെ നശിപ്പിക്കുന്നു. ഈ സമയത്ത് സർപ്പദംശനമേറ്റ് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് തിരിച്ചറിയാൻ ഇടയാകട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ പറഞ്ഞു, അപ്പോൾ ചില ആളുകൾ മരിച്ചു വീണു, ചിലരുണ്ട് മരിച്ചു വീഴാൻ. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ മരിച്ചു വീണതിൽ മറ്റൊന്നാണ് ഈ വിഗ്രഹാരാധന. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിച്ച് ഈ സ്വർണത്തെ ആരാധിക്കുന്നത്. ഇങ്ങനെയുണ്ട് ഈ പണത്തെ, മാമോനെ ആരാധിച്ച മാമോനെ, സുഖത്തെ, പണം സുഖം. അതാണല്ലോ ഈ 1 തിമോത്തി 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും കാരണമതാ. ചിലണ്ട് പണത്തെ ആരാധിക്കുന്നവർ, അതാണ് ദൈവം, പണമാണ് ദൈവം, അല്ലാതെ വേറെ ദൈവങ്ങളൊന്നും വേണ്ട. അവൻ പള്ളി പോകുന്നതിൻ്റെ പോലും ലക്ഷ്യം പണം, സുഖം. അപ്പോൾ ഈ സ്വർണത്തെ ആരാധിക്കുന്ന ആളുകൾ, സുഖത്തെ ആരാധിക്കുന്ന ആളുകൾ, ഈ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ വിഗ്രഹമാക്കി അതിനെല്ലാം കണ്ട് അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് അതിന് മുമ്പിൽ ബലികളും പൂജകളും നൃത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ. അപ്പോൾ ഈ കാളക്കുട്ടി ആരാധിച്ചവനും അവിടെ കടന്ന് മരിച്ചു പോകുന്നൊരു ചരിത്രം കണ്ടുമുട്ടുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ 3 തരത്തിൽ: 1 കാളക്കുട്ടിയെ ആരാധിച്ചവർ, 2 മോശയ്ക്കെതിരെ നീങ്ങിയ കോറഹും കുടുംബവും. അപ്പോൾ അവിടെ കാണാൻ പറ്റും അത് ഭൂമി പിളർന്ന് ഇറങ്ങിപ്പോകുന്ന സംഭവം. 3ാമത് കണ്ടുമുട്ടുന്നത് സർപ്പദംശനമേറ്റ് മരിച്ചു പോകുന്ന സംഭവങ്ങൾ. ചില പിശാചിനെ കൂട്ടപ്പിടിച്ചേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവജനമായവർ മരിച്ചു വീഴുന്നത് ഇങ്ങനെയുള്ള 3 അതുകൊണ്ട് സത്യദൈവത്തിൻ്റെ കൊടുക്കേണ്ട ആരാധന, ഈ പരിശുദ്ധ കുർബാന, ഈശോ മിശിഹായി കൊടുക്കേണ്ട ആരാധന ദൈവത്തിലേക്ക് അത് മാറിയിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ലോകത്തിൻ്റെ വിഗ്രഹം, പണമാകാം, സുഖമാകാം, മദ്യമാകാം, ജഡിക പാപങ്ങളാകാം, സെക്സ് ആകാം, അതാണ് ഒക്കെ ആണ്. അപ്പോൾ ഇറച്ചിച്ചട്ടി തേടിപ്പോകുന്നത്, ഈജിപ്തിൻ്റെ ഇറച്ചിച്ചട്ടി തേടിപ്പോകുന്ന ജനതയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്, അവരുടെയും പ്രോബ്ലം ഇതാണ്. അങ്ങനെ ലോകസുഖങ്ങൾ, അതിൻ്റെ സുഖം നേടാൻ വേണ്ടി പോകുന്നു, അവർക്കും നഷ്ടം. 4 തരം ആൾക്കാർ: 1 ഈജിപ്തിൻ്റെ ഇറച്ചിച്ചട്ടി തേടിപ്പോകുന്ന ആളുകൾ. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതാണ് ഭക്ഷണം, സുഖം, അതാണ് 1ാമത്തെ, ഭക്ഷണം, സുഖം ആസ്വദിക്കുക. ശരീരത്തിൻ്റെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം. വിശുദ്ധിക്കൊന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല, വിശുദ്ധിക്കുന്ന ഒരു വിലയൊന്നുമില്ല. സർവ്വോടത്ത് പറയും ഹല്ലേലൂയ. വിശുദ്ധി എന്ന് പറയാൻ അവർക്ക് എന്നാൻ തന്നെ അറിയത്തില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധി എന്ന് പറയുമ്പോൾ അവർ വേറെന്തോ. ഇതൊരു ആത്മീയ ജീവിതമല്ല. ആത്മീയ
ജീവിതം നയിക്കുന്നവരുടെ വിശുദ്ധിയെടുക്കുക, അത് ലോകത്തുള്ളവർക്ക് അറിയാൻ ഒരിക്കലും ആവില്ലത്. അപ്പോൾ അത് ഈജിപ്തിൻ്റെ രണ്ടാമത് സംഭവിക്കുന്നു, ഈ പറയുന്ന കാളക്കുട്ടിയെ ആരാധിക്കുന്നു, സത്യദൈവത്തിൽ നിന്ന് മാറി ദൈവപ്രമാണങ്ങളിൽ നിന്ന് മാറിയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ മൂന്നാമത് കണ്ടുമുട്ടുന്നത് ഈ സർപ്പദംശനമേറ്റ ഒരു നാലാമത് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ആളുകൾ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതാണ് സഭയ്ക്കെതിരെയൊക്കെ പെറുപെറുക്കുന്ന ആൾ ചിലപ്പോൾ അവർക്ക് ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരനുദവിക്കുക, അവർ ദൈവത്തെ കാണിച്ചതൊരു നമ്മൾ നോക്കേണ്ടത് ഈ ഭൂമിയിലെ പേരും പെരുമയും. ആരെയും തോൽപ്പിക്കാനും പോകണ്ട, ആരെയും ജയിപ്പിക്കാനും വേണ്ട. നമ്മുടെ ആത്മരക്ഷ നിൽക്കണമെന്നുണ്ടെങ്കിൽ മോശയെ അനുഗമിക്കണം. ക്രിസ്തുവിൻ്റെ പിന്നാലെ, ഈശോ മിശിഹായുടെ പിന്നാലെ, ഈശോ മിശിഹായുടെ പിന്നാലെ യാത്ര ചെയ്യണം. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. അവൻ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, നിത്യജീവൻ തരുമെന്ന്. അത് ഈശോ മിശിഹായെ കണ്ണും പൊട്ടി വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സഭാ കുടുംബം, തീർത്ഥാടക സഭയായിരിക്കണം നമ്മുടെ സഭ. നമ്മുടെ സഭ അതാണ് സഭ. അപ്പോൾ ആ ഒരു ജീവിതമാണ് നമ്മൾ നടത്തേണ്ടത്. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തകർച്ച വരാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഭിന്നതകളും അസ്വസ്ഥതകളും അപകടങ്ങളും ഒരുപാട് വിഷമങ്ങൾ വരുന്ന ഒരു കാരണം നമ്മുടെ സഭാത്മക ജീവിതം നമ്മൾ നടത്താത്തതുകൊണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു വചനം കേൾക്കണം, വിശുദ്ധ കുർബാന കൂടെ കുമ്പസാരിക്കണം. അത് സഭയുടെ നോയമ്പുകൾ അനുഷ്ഠിക്കണം, സഭയുടെ വിശുദ്ധ ദിനങ്ങൾ ആചരിക്കണം, അതിനൊക്കെ പ്രാർത്ഥിക്കണം, അത് സഭയോട് ചേർന്ന് ജീവിക്കണം, തിരുനാളുകൾ ആചരിക്കണം, ആഘോഷിക്കണം സഭയോട് ചേർന്ന്. അപ്പോൾ അത് നിൽക്കുമ്പോൾ സഭ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സഭ അതാണല്ലോ ചെയ്യേണ്ടത്, തിരുവചന അധിഷ്ഠിതമായിട്ട് മാത്രം ചെയ്യും. അല്ലാതെ ലോകത്തിൻ്റെ സുഖങ്ങൾക്കനുസരിച്ചൊരിക്കലും നമ്മുടെ ആഘോഷങ്ങളെ മാറ്റരുത്. അത് വിശുദ്ധ സന്തോഷം, നമ്മുടെ സന്തോഷങ്ങൾ വിശുദ്ധ സന്തോഷങ്ങളായിരിക്കണം. അശുദ്ധി കൊണ്ടുണ്ടാകുന്ന ഒരു ആനന്ദം പള്ളിക്കകത്തോ പള്ളിയുടെ പരിസരങ്ങളിലോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അശുദ്ധി നിറഞ്ഞ ആഘോഷങ്ങൾ, മ്ലേച്ഛത വമിക്കുന്ന ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ ഒരു കാരണവശാലും ഈ വിശുദ്ധ സ്ഥലത്തോ അതിൻ്റെ പരിസരത്തും നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. അത് വിശുദ്ധ സന്തോഷം, നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ ദേവാലയ കൂട്ടായ്മകളും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും വിശുദ്ധ സന്തോഷം. അവിടെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വാസമൊക്കെ പകർന്നു കൊടുക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കുറേ നാളുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഈജിപ്തിൽ പോയപ്പോഴേ അവിടെ ഇങ്ങനെ ചെറിയൊരു അത്യാവശ്യം പഠിക്കാൻ ചെറിയ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രം. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, അവിടെ ഒരു പള്ളിയിൽ പോയേ. ആ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അവിടുത്തെ അച്ഛന്മാരനെ വിളിച്ചുകൊണ്ട് എനിക്കവിടെ സംസാരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഉള്ള തീക്ഷ്ണമതികളാച്ചു അവർ. എന്നിട്ട് എനിക്ക് അവിടുത്തെ കുറേ ചരിത്രങ്ങളും കുറേ ഭൂമിശാസ്ത്രവും അതിൻ്റെ ആർക്കിയോളജി, ഒരു വലിയ പഴയൊരു പള്ളിയാണത്. അത് അവിടെ ഒരുപാട് രക്തസാക്ഷികളുണ്ടായ, ഒരുപാട് ക്രൈസ്തവരുടെ തല മുറിച്ച് കളഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഈ അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു മണ്ഡലം പോലത്തെ സ്ഥലം. അവിടെയാണ് ഈ ക്രൈസ്തവരുടെ തലയറുത്ത് വീണ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള സംഭവമാണ്. അപ്പോൾ ഈ അച്ഛന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, പള്ളിയുടെ രണ്ട് ചായ്പുകളുണ്ട്. അപ്പോൾ ആ രണ്ട് ചായ്പുകളിൽ ഇങ്ങനെ ആളുകൾ ഇന്നിങ്ങനെ കാറ്റക്കിസം പഠിക്കുക. അപ്പോൾ കാറ്റക്കിസം പഠിക്കുന്നതിന് മനോഹരം വെച്ചാൽ അതായത് കുട്ടികൾക്ക് മാത്രമല്ല കാറ്റക്കിസം, എല്ലാ പ്രായത്തിലുള്ളവർക്കും കാറ്റക്കിസം കൊടുക്കുകയാണ്. അവരുടെ കയ്യിലൊരു അറബി ബൈബിളും അതുപോലെ തന്നെ ഹിബ്രു ബൈബിളും ആയി തോന്നുന്നു. ഹിബ്രു ബൈബിൾ എല്ലാവരുടെയും കയ്യിലില്ല. ഇവർക്ക് രണ്ട് ഭാഷ അറിയാം, ഹിബ്രു ഉപയോഗിക്കാൻ അറിയാം, അതുപോലെ തന്നെ അറബി. അപ്പോൾ ഇത് രണ്ട് ബൈബിളും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ വെച്ചുകൊണ്ട് ഇവർ ബൈബിളും പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ കാറ്റക്കിസം പഠിക്കും. അപ്പോൾ ഓരോ ഏജിലുള്ളവരെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ടീച്ചർ അവർ കൂടെ കാണും. അപ്പോൾ അങ്ങനെ പള്ളിക്ക് ചുറ്റും അപ്പോൾ പല പ്രായം 10, 30 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെയുള്ള ഏജിലുള്ളവരെല്ലാം തന്നെ വചനം. അപ്പോൾ മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസമാണ് കാറ്റക്കിസം. പ്രൈസ് ദി ലോർഡ്. ആഴ്ച ഒരു ദിവസം 2 ദിവസത്തെ കാറ്റക്കിസം. അത് ഇവിടുത്തെ പോലെ നമ്മൾ 2 മണിക്കൂർ ഓടിച്ചിട്ട് തീർക്കുന്ന പോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. അത് ശരിക്കും ഒരു ദിവസം ഫുൾ ടൈം അവർക്ക് വലിയ ആനന്ദമാണ്, അത് വലിയ ആഹ്ലാദം. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. എനിക്കൊരു വലിയൊരു സന്തോഷമായി. ഞാനൊരു നല്ല എനർജറ്റിക് കമ്മ്യൂണിറ്റിയാണ്, നല്ല എംപവേർഡാണ്. അവർ ദേവാലയത്തെ ചുറ്റും അത് കാറ്റക്കിസം പഠിക്കുമ്പോഴും പള്ളിയോട് ഇങ്ങനെ ഐക്യപ്പെട്ട് ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അത് വളരെ മനോഹരമായ അനുഗ്രഹമായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെയൊക്കെ ഇഷ്ടംപോലെ രക്തസാക്ഷികൾ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിട്ടുമ്പോൾ അവിടെ ഈ യുവാക്കളുടെ ഒക്കെ ഹൃദയത്തിൽ നിറയ്ക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, വിശുദ്ധരാകണം, ആ വിശുദ്ധരുടെ കൂടെ എണ്ണപ്പെടണം എന്നുള്ള വലിയൊരു അനുഗ്രഹം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കൊണ്ട് സഭയിൽ ജീവിക്കുക, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ സഭയുടെ ആരാധനക്രമ കേന്ദ്രം അത് കളയരുത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നുണ്ട് നമ്മൾ ഞായറാഴ്ചക്ക് പക്ഷേ മറ്റൊന്നിനും പോകില്ല. ചില ആൾക്കാർ മാറി നിൽക്കും, കുറേ മാറി നിൽക്കും. ആ മാറി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അന്ധകാരം കയറിപ്പിടിക്കും. മാറി നിൽക്കരുത്. സഭ എന്തു പറഞ്ഞാൽ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. മോശ എന്ത് പറയുന്നത് അതേപടി അനുസരിച്ച് ഇസ്രായേൽജനമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് കാനാൻ ദേശം കാണാൻ ഭാഗ്യം ലഭിച്ചത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ,
മോശയോട് ചേർന്നുകൊണ്ട് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച്, അതുപോലെ തന്നെ അഹ്റോനോട് ചേർന്നതുകൊണ്ട് ദൈവാരാധന നടത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച ആ ജനത മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർ കാനാൻ ദേശം കയറുന്നത്. അവരുടെ കൂട്ടത്തിൽ വീണ്ടും മരണമുണ്ടാകുന്നുണ്ട്. അവരോട് അത് പ്രാർത്ഥിച്ചു, അങ്ങനെ അത് പക്ഷെ അങ്ങനെ മരിച്ചവരുടെ മൃതശരീരം അവരുടെ മൃതശരീരങ്ങൾ അവർ തന്നെ അത് എംബാം ചെയ്ത് ഒരു കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. പ്രസലോ, കാരണം അവർക്കൊരു വിശ്വാസമുണ്ട്. അവരെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നു. അവർക്കറിയാം അവർ നിത്യജീവിതമുണ്ട്, അല്ലെങ്കിൽ കാനാൻ ദേശമുണ്ടെന്നുള്ള വലിയ പ്രത്യാശ അവരെ വഴി നടത്തിയിരുന്നു. ഇത് തന്നെയാണ് പുതിയ ഇസ്രായേലിലേക്ക് വരുമ്പോഴും പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി പോകണം. നമ്മൾ ഒരിക്കലും അകന്നു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വിശുദ്ധരായി തീരട്ടെ. നമ്മുടെ സഭാ കൂട്ടായ്മയിൽ, നമ്മുടെ പ്രാദേശിക സഭ, രൂപതയാകുന്ന പ്രാദേശിക സഭയിൽ അനേകം വിശുദ്ധരും രക്തസാക്ഷികളും ക്രിസ്തു സ്നേഹിക്കും, ഈശോയെ ആത്മാർത്ഥം സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒത്തിരി സമാധാനം ഉണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അന്ധകാര ഭരണം നടത്തുകയില്ല. ഇന്ന് ഓരോരുത്തരുടെ കീഴിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സഭ അറിഞ്ഞോ അറിയാതെ പിളർന്നു പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല ചില പിളർച്ചകളുണ്ട്. മറ്റൊന്നുമല്ല, ഓരോരോ പ്രബോധകരുടെ പിന്നാലെ പോകുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് അപകടങ്ങളും അനർത്ഥങ്ങളും വിളിച്ചു വരുത്തും. അതുകൊണ്ട് സൂക്ഷിക്കുക, ഒരുമിച്ച് നിൽക്കുക. ഇത് സ്വർഗീയ ജെറുസലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ, ബലിപീഠമുള്ള സഭ, പരിശുദ്ധ കുർബാനയുള്ള സഭ. ആ സഭയിൽ നമുക്ക് വിശ്വാസ ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കണം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. കരങ്ങൾ ഉയർത്തി വിളിച്ചു പഠിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തരുന്ന ഈശോയെ, ഒത്തിരി വേദനിക്കുന്ന അപ്പനമ്മമാരെ തരുന്ന രോഗികളെ തരുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാരക രോഗപീഠകൾ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങളുള്ള മക്കൾ, ഫിറ്റ്സ് രോഗങ്ങൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളായ കുഞ്ഞുങ്ങളെ കർത്താവേ നിന്റെ കരങ്ങൾ തരുന്ന ഈശോയെ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന മക്കൾ തരുന്ന ഈശോയെ. വായ്ക്കകത്ത് ക്യാൻസറുകൾ രോഗങ്ങളുള്ള മക്കൾ തരുന്ന ഈശോയെ. ഈശോയെ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ള മക്കൾ തരുന്ന ഈശോയെ. ലിവർ ക്യാൻസർ രോഗികൾ, ലങ്സ് ക്യാൻസർ രോഗികൾ തരുന്നു. ഉദര സംബന്ധമായ രോഗപീഠ അനുഭവിക്കുന്ന മക്കൾ തരുന്ന ഈശോയെ. നട്ടല് സംബന്ധമായ രോഗങ്ങൾ, വേദന കഴിയുന്ന മക്കൾ തരുന്ന ഈശോയെ. തളർവാദ രോഗികൾ തരുന്ന ഈശോയെ. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മ മുഴുവൻ രോഗികളെ തരുന്ന ഈശോയെ. പൈശാചിക പീഡയുള്ള കുടുംബങ്ങൾ തരുന്ന ഈശോയെ. യുവതി യുവാക്കൾക്ക് കൂടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ. യുവതി യുവാക്കളുടെ ജീവിതത്തെ കടന്നു വന്ന മദ്യപാനം, വ്യഭിചാരം, മ്ലേച്ഛ പാപങ്ങൾ, സ്വർഗരതികൾ, ബ്ലൂ ഫിലിമുകൾ, പൈശാചിക പാപം, വിശുദ്ധിക്കെതിരായ പാപങ്ങൾ ജീവിക്കുന്ന മക്കൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, സത്താൻ്റെ ആരാധനകൾ, ബ്ലാക്ക് മാസുകൾ, ഒജോ ബോർഡുകൾ, സൈറ്റൻ വർഷിപ്പുകളിൽ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബത്തിൽ മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേദനയിലും വിഷമത്തിലും പ്രശ്നത്തിലും കിടന്ന കുടുംബങ്ങൾ, വിവാഹമോചനത്തിന് വക്ക് നിൽക്കുന്ന കുടുംബങ്ങൾ തരുന്ന കർത്താവേ. കടബാധ്യത കൊണ്ട് തകർന്ന കുടുംബങ്ങൾ തരുന്ന ഈശോയെ. കണ്ണീരൊടുക്കുന്ന കുടുംബങ്ങൾ തരുന്ന കർത്താവേ. ആരോരുമില്ലാത്ത മക്കൾ തരുന്ന കർത്താവേ. ദേശത്തുള്ള കുടുംബങ്ങൾ തരുന്ന ഈശോയെ. പഠിക്കാൻ പറ്റുന്നില്ലാത്ത കുഞ്ഞുങ്ങൾ തരുന്ന ഈശോയെ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലാത്ത കുഞ്ഞുങ്ങൾ തരുന്ന ഈശോയെ. നിരീശ്വരവാദികളായ മക്കളെ കർത്താവേ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ. ഈ കൂട്ടായ്മയിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ അനുവദിക്കരുത്. സത്താൻ്റെ പിടിയിൽ പെടാൻ അനുവദിക്കരുത്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ് ഇവയുടെ ദുഷ്ടാരൂപികളുടെ അടിമത്തത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ ഇടപെടൽ ഉണ്ടാകണം കർത്താവേ. കർത്താവേ, നീ ഇടപെടണം കർത്താവേ. വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇരുണ്ട കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. തകർന്ന കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. മുറിവേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരോഗ്യമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടബാധ്യത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരുപാട് സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും നിറഞ്ഞ വഴികളോട് പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിഹിത ബന്ധങ്ങൾ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ജീവിതങ്ങളും സമർപ്പിച്ചു
എല്ലാം ഞങ്ങളുടെ പിതാക്കന്മാർ പ്രത്യേകം കർത്താവെ നിന്റെ കരങ്ങൾ ചേർത്ത് വെക്കുന്ന കർത്താവെ, ഞങ്ങളുടെ അഭിവൃദ്ധി പിതാക്കന്മാരുടെ പ്രത്യേകം ആവശ്യങ്ങൾ, നിയോഗങ്ങൾ കർത്താവെ നിന്റെ കരങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞു. ഞങ്ങളുടെ ഇടവകളെ മുഴുവൻ തരുന്നു. ഞങ്ങളുടെ അച്ഛന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാ വൈദികർ അവരുടെ എല്ലാ നിയോഗങ്ങളും, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അവരുടെ ഇടവ കുടുംബത്തിലുള്ള ഓരോ കുടുംബങ്ങളും ഈശോയെ അവരാർക്ക് വേണ്ടിയെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, സിസ്റ്റേഴ്സിനെ മുഴുവൻ സമർപ്പിക്കുന്ന അവരുടെ വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും സമർപ്പിച്ചു. കണ്ണീര് മുഴുവൻ തരുന്നു. പീഡനത്തിലൂടെ പോകുന്ന സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവേ, മതപീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ വഴികളിൽ പോകുന്ന മക്കൾ, യേശുവിന് വേണ്ടി ജീവിച്ചത് മുഖാന്തരം മരണത്തിന്റെ വക്കിലൂടെ പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇറാഖ്, സിറിയ പ്രദേശങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്നവരായ ഒരുപാട് ക്രൈസ്തവർ, ഒറ്റപ്പെട്ട മക്കൾ സമർപ്പിക്കുന്ന ഈശോയെ, ഒരുപാട് വേദനിക്കുന്ന മിഷണറികളുടെ പീഡനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരും നീ അനുഗ്രഹിക്കണം കർത്താവ്. മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ഉണ്ടാകുന്ന എല്ലാ മാനസികമായ പീഡകളും എല്ലാ ഈശോ നിനക്ക് തരുന്ന കർത്താവ്. എല്ലാ കർത്താവേ, നിന്റെ ദൂതന്മാരെ നീ തന്നെ, നിന്റെ ദൂതന്മാരെ സംരക്ഷിക്കണമേ കർത്താവേ. നിന്റെ പ്രിയപ്പെട്ടവരെ നീ തന്നെ കാത്തുകൊള്ളണമേ. ഒറ്റവിളി ഈശോയേ, ഈശോയെ ഈ കൂട്ടായ്മയുള്ള മക്കളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കള്, വിവാഹ പ്രശ്നം അനുഭവിക്കുന്ന മക്കള്, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കള്, ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കള്, കണ്ണീരിൻ്റെ ജീവിതം നയിക്കുന്ന മക്കളും, സ്വസ്ഥത നഷ്ടപ്പെട്ട മക്കളും എല്ലാം കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഈശോയെ, ഈ കൺവെൻഷനെ വെച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയെ പ്രവർത്തിക്കണമേ. വലിയ അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കണമേ ഈശോയെ. അനേക സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് ഈശോയെ. പലയിടങ്ങളിലും ഇവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ട്, ചുറ്റുപാടൊക്കെ താമസിക്കുന്നുണ്ട് കർത്താവ്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നൊരു മക്കളുണ്ട് കർത്താവ്. കണ്ണീരോടെ വന്നിരിക്കുന്നു, രോഗികളെ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നുണ്ട് ഈശോയെ. എല്ലാവരും തുടരണം കർത്താവേ. ഈ ധ്യാനം ഈ ദേശത്തിന് മാത്രമല്ല, ലോകം മുഴുവനും അനുഗ്രഹമാക്കി മാറ്റണേ കർത്താവേ. എല്ലാവരും ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ള അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് നന്ദി പറഞ്ഞു കർത്താവേ. രാവും പകലും ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാവുകൾ രാവും പകലും അങ്ങയെ സ്തുതിക്കുന്ന നാവുകളാക്കിയതിന് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകോടി നന്ദി പറയുന്ന കർത്താവേ. കൊടാനുകോടി ആരാധന കർത്താവേ. എല്ലാത്തിനും നന്ദി പറയുന്ന കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഒറ്റ വിളിച്ചോയേ, നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഞാൻ ജീവിക്കും നാഥനാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഞാൻ ജീവിക്കും